നിങ്ങൾക്ക് എയർഫോഴ്സിലൊരു ജോലി വേണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ എയർഫോഴ്സ് വിളിക്കുന്നുണ്ട്. ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ്, അതായത് യൂണിഫോം പോസ്റ്റല്ല, സിവിലിയൻ നോട്ടിഫിക്കേഷനാണ് ഇന്ത്യൻ എയർഫോഴ്സ് വഴി വിളിക്കാൻ പോകുന്നത്. മിനിമം 10ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും അപേക്ഷ അയക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ, ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായി ഡിസ്കസ് ചെയ്യാം. ആദ്യമേ ശ്രദ്ധിക്കുക, ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല. എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പേപ്പറിൽ ഷോർട്ട് നോട്ടീസ് അവർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അതിനർത്ഥം 2-3 ദിവസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് സൈറ്റിൽ റിലീസാവും. അതിൻ്റെ കൂടെ അപേക്ഷയും തുടങ്ങുന്നതാണ്. അപ്പോൾ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു അപ്ഡേറ്റ് കൂടെ എത്തിക്കാം. അപേക്ഷ അയക്കുന്ന വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. കാരണം 10ാം ക്ലാസ് മാത്രം മതി ക്വാളിഫിക്കേഷൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേക്കൻസിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ അയക്കേണ്ടത് ഓഫ്ലൈൻ തപാൽ വഴിയാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റൽ അഡ്രസ്സുകൾ വരുന്നുണ്ട്. എയർഫോഴ്സ് കമാൻഡിങ് എയർഫോഴ്സ് സ്റ്റേഷൻ അർജൻ സിംഗ് പറഞ്ഞ ഒരു അഡ്രസ്സിലേക്ക് അപേക്ഷ അയക്കാം. പിന്നെ എയർഫോഴ്സ് കമാൻഡിങ് എയർഫോഴ്സ് സ്റ്റേഷൻ തെസ്പൂരിലേക്ക്, ആസാമിലേക്കാണ്. പിന്നെ അംബാല ക്യാൻറ്റീൻ ഹരിയാന, പിന്നെ ന്യൂഡൽഹി, ഇത്രയും സ്ഥലത്തേക്കാണ് നോട്ടിഫിക്കേഷൻസ് വേക്കൻസി ആയിട്ട് റിലീസാക്കിയിട്ടുള്ളത്. LD ക്ലർക്ക്, ഹിന്ദി ടൈപ്പിസ്റ്റ്, കുക്ക്, സ്റ്റോർ കീപ്പർ, കാർപ്പൻ്റർ, പെയിൻറ്റർ, MTS, മെസ് സ്റ്റാഫ്, ലോണ്ട്രിമാൻ തുടങ്ങിയ ഒരുപാട് പോസ്റ്റുകൾ ഇവിടെ കാണാം. അതിൻ്റെ വേക്കൻസിയാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. ജനറൽ, OBC, SC, ST, EWS, PWBD, എക്സ് സർവീസ്മാനും സെപ്പറേറ്റ് ഒഴിവുകൾ അവർ റിലീസാക്കിയിട്ടുണ്ട്. അപ്പോൾ വേക്കൻസിയുടെ കാര്യങ്ങൾ മനസ്സിലായി, പോസ്റ്റുകളുടെ കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഏജ് ലിമിറ്റ് പറയുന്നത് 18 to 25 18 മുതൽ 25. അത് ജനറലാണ്. അതായത് SC, ST, OBCക്കാർക്ക് അതിൻ്റേതായ ഇളവുകൾ കൊടുക്കുന്നുണ്ട്. എല്ലാ നോട്ടിഫിക്കേഷൻ പോലെ ഇതിലും വരുന്നുണ്ട്. 3 വർഷം OBCക്കാർക്ക് വയസ്സിന് ഇളവ് കിട്ടും. 25 അല്ല, അവർക്ക് 28 വരെ അപേക്ഷ അയക്കാം. SC, ST വിഭാഗത്തിൽ വരുന്നവർക്ക് 30 വരെയും അപേക്ഷ അയക്കാൻ പറ്റും. ഇനി LD ക്ലർക്കിൻ്റെ ക്വാളിഫിക്കേഷൻ +2 പാസ്സാണ്. പിന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട്. ഹിന്ദി ടൈപ്പിസ്റ്റ് അത് നമുക്ക് ആവശ്യമില്ലാത്ത പോസ്റ്റാണ്, നമുക്ക് നോക്കണ്ട. സ്റ്റോർ കീപ്പർ +2 ആണ് ക്വാളിഫിക്കേഷൻ. സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഓർഡിനറി ഗ്രേഡാണ്, അതിലേക്ക് 10ാം ക്ലാസ് മതി. പിന്നെ സിവിൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ലൈറ്റ് ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ മോട്ടോർ മെക്കാനിസം അറിയണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് മോട്ടോർ വെഹിക്കിൾ ഉണ്ടായിരിക്കണം. കുക്കിലേക്ക് 10ാം ക്ലാസ് മാത്രം മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ കാറ്ററിംഗ് ഉണ്ടെങ്കിലും അപേക്ഷ അയക്കാം. 1 വർഷത്തെ എക്സ്പീരിയൻസും വേണം ട്രേഡിൽ. പെയിൻറ്ററാണ്, പെയിൻറ്റിങ്ങിലേക്ക് 10ാം ക്ലാസ് മതി. ഇല്ലെങ്കിൽ ITI സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പെയിൻറ്റർ ട്രേഡിലുണ്ടായിരിക്കാം. കാർപ്പൻ്ററിലേക്ക് 10ാം ക്ലാസ് മതി. ഇല്ലെങ്കിൽ ITI ട്രേഡാണ് വേണ്ടത് ഈ ഒരു ട്രേഡിൽ. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിലേക്ക് 10ാം ക്ലാസ് മാത്രം മതി. ലൗണ്ട്രിമാനിലേക്ക് 10ാം ക്ലാസ്. മെസ് സ്റ്റാഫിലേക്ക് 10ാം ക്ലാസ്. ഒരുവിധം എല്ലാ പോസ്റ്റിലേക്കും 10ാം ക്ലാസ് മാത്രം മതി. പിന്നെ ഡിസേറബിളായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന കിട്ടുന്ന പോസ്റ്റുകളാണ് കേട്ടോ. ഡിസേറബിൾ അത് ആവശ്യമില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന കിട്ടും. MTSലേക്ക് 10ാം ക്ലാസ് മതി. SLC പാസ്സായവർക്ക് അപേക്ഷ അയക്കാം. അതിലേക്കും ഡിസേറബിളായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. വൾക്കനൈസർ എന്നൊരു പോസ്റ്റ് ഉണ്ട്, 10ാം ക്ലാസ് മാത്രം മതി. അപ്പോൾ എല്ലാ പോസ്റ്റിലേക്കും 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് അപേക്ഷ അയക്കാം. 10ാം ക്ലാസ് മുതലാണ് കേട്ടോ. 10ാം ക്ലാസ് +2 ഡിഗ്രി ഉള്ളവർക്ക് പോലും അപേക്ഷ അയക്കാൻ പറ്റുന്ന പോസ്റ്റാണ്. സിവിലിയൻ പോസ്റ്റാണ്, ഗ്രൂപ്പ് സി, യൂണിഫോം പോസ്റ്റ് അല്ലേ എന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ, റിട്ടൺ എക്സാം ഉണ്ടാവും. അത് ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കുന്ന ഒരു സ്റ്റെപ്പാണ്. അതിനുശേഷം മെഡിക്കൽ എക്സാമും കണ്ടക്ട് ചെയ്യും. അതിനുശേഷമാണ് ഫൈനൽ മെറിറ്റ് ഇടുക. ഫിസിക്കൽ ടെസ്റ്റ് വരുന്നില്ല. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാം. ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ അപേക്ഷ അയച്ചോളൂ. പ്രോപ്പറായിട്ട് യൂണിഫോം ജോബിൻ്റെയൊക്കെ അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.